നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാനായി വളരെ രസകരമായ കുറേയധികം സംഭവങ്ങളുമായിട്ട് ഫണ്ണിസ്റ്റ് മൂവ്മെന്റ് സീരീസിലെ ഈ പുതിയ എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ആ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. മുത്തുകവ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും. അതിലെ നായകനൊരു പ്രത്യേക അസുഖമുണ്ട്. കാണുന്നവരൊക്കെ പിടിച്ച് ഉമ്മ വെക്കാൻ തോന്നുന്ന ഒരു ടൈപ്പ് രോഗമാണത്. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സിനിമയിൽ മാത്രം സംഭവിക്കാനേ ചാൻസ് ഉള്ളൂ, ശരിക്കും ഇങ്ങനെയുള്ള രോഗമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. ബട്ട് ശരിക്കും അങ്ങനെയുള്ളവരുണ്ടത്രേ. അത്തരത്തിലൊരുത്തനാണ് ദാ ഇവൻ. നല്ല കുട്ടി. നിന്റെ പേരെന്നായിരുന്നു? പേര് ഉമ്മയാണോ കേസ്? ഋത്വികേ, നമ്മുടെ ഓഡിയൻസിന് ഒരു ഉമ്മോട്. ഇവിടെ ഒരു ഉമ്മ കൊടുത്തേ. ഇവിടെ നമുക്ക് കാണാം റെസ്ക്യൂവിനായി മിലിറ്ററിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അദ്ദേഹം ലാഡറൊക്കെ എടുത്ത് താഴെ കിട്ടും. പക്ഷെ പിന്നീട് കാര്യം മനസ്സിലായത് ലാഡർ ഹെലികോപ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു വൃദ്ധനായ വ്യക്തിയുടെ വീട്ടിലേക്ക് വന്ന് അദ്ദേഹത്തിന്റെ ക്ഷേമമൊക്കെ അന്വേഷിക്കുകയാണ്. ഒരാളുടെ വീട്ടിലേക്ക് കയറി വന്നിട്ട് ചോദിക്കാൻ പറ്റിയ ചോദ്യം, താങ്കൾ എവിടെയാ താമസിക്കുന്നതെന്ന്. നല്ല മര്യാദയുള്ള ചക്കരാണ് കേട്ടോ. പകുതി ബോധമേ ഉള്ളെങ്കിൽ എന്താ, വളരെ കൃത്യമായിട്ട് സ്ഥലം അടക്കിയല്ലോ. ബാക്കിയെല്ലാം കറക്റ്റായിരുന്നു. പക്ഷെ പുള്ളിയുടെ ചില കണക്കൂട്ടലുകളിൽ ഒരു 1-2 ഇഞ്ചൊക്കെ മാറിപ്പോയി. ഇവിടെ ഈ പുള്ളി ഉള്ള ശക്തിയൊക്കെ എടുത്ത് വറക് വെട്ടുവാണ്. പക്ഷെ വറകിന് ഒറ്റ വെട്ടും കൊണ്ടില്ല എന്ന് മാത്രമല്ല, കൊണ്ടത് വേറൊന്നിനാണ്. അല്ല പിന്നെ ഇയാൾ എന്തോ വിചാരിച്ചു സിംഹത്തിന്റെ കോസ്റ്റ്യൂം ഇട്ടങ്ങ് ചെന്ന സിംഹങ്ങൾ വിളിച്ചിരുത്തി സൽക്കരിക്കുമെന്നോ? എന്നാലും മനുഷ്യന്മാർക്ക് ഇമാതിരി ഒരു ഐഡിയ ഒക്കെ തോന്നുമല്ലോ. ആ ഭാഗ്യം, എന്തായാലും പുള്ളിയുടെ സോഡ പോയില്ല. ഓ മിറക്കിൾ, അല്ലാതെന്ത് പറയാൻ. എൻ്റെ പേര് അഭിഷേക്. ഞാൻ കേരളത്തിൽ നിന്നാണ്. BPT ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഇവിടെ എങ്ങനെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സീനിയേഴ്സ് വഴിയാണ്. പിന്നെ ഈ കോളേജിനെ പറ്റി ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസും ഹൈലി ക്വാളിഫൈഡ് ടീച്ചേഴ്സും ഇവിടുത്തെ അലുമിനീസ്, ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും നല്ലതാണ്. സ്പോർട്സിനുള്ള ഫെസിലിറ്റീസ് എല്ലാം നല്ലതാണ്. പിന്നെ ടീച്ചർമാരുടെ എല്ലാവരുടെയും നല്ല സ്വഭാവങ്ങൾ, പിന്നെ അങ്ങനെ എല്ലാം കൊണ്ട് നല്ലൊരു കോളേജാണ്. താങ്ക് യു. വളരെ നാച്ചുറലായി പറയുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത് പറയിപ്പിക്കുന്ന പോലെ തോന്നുന്നേ ഇല്ല. ഇവിടുത്തെ ഫെസിലിറ്റീസും ഹൈലി ക്വാളിഫൈഡ് ടീച്ചേഴ്സും ഇവിടുത്തെ അലുമിനീസ്, ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും നല്ലതാണ്. സ്പോർട്സിനുള്ള ഫെസിലിറ്റീസ് എല്ലാം നല്ലതാണ്. പിന്നെ ടീച്ചർമാരുടെ എല്ലാവരുടെയും നല്ല സ്വഭാവങ്ങൾ, പിന്നെ അങ്ങനെ എല്ലാം കൊണ്ട് നല്ലൊരു കോളേജാണ്. ഇയാളിപ്പോ ഇതിനെ ഞാൻ സെൽഫി എടുക്കുന്നതിന്റെ മുന്നിൽ വന്ന് നിന്ന് പോപ്പറായി കാണിക്കുന്നതെന്നാണ് കുട്ടി ആലോചിക്കുന്നത്. നിങ്ങൾ മാർഷൽ ആർട്സ് കണ്ടിട്ടുണ്ടോ? ഈ സിനിമയിലൊക്കെ കാണുന്ന ഊച്ചാലി മാർഷൽ ആർട്സ് അല്ല, നല്ല ഫസ്റ്റ് ക്ലാസ് മാർഷൽ ആർട്സ്. നാട്ടിലൊക്കെ ഇപ്പോൾ ഭയങ്കര ചൂടാണ് പലയിടത്തും. ആ ഒരു സാഹചര്യത്തിൽ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ പല വ്യത്യസ്തമായ മാർഗങ്ങളും സ്വീകരിക്കേണ്ടി വരും. മുൻസാമി, പാതുകാപ്പ് കൊടുക്ക വേണ്ടി നീ പാതുകാപ്പാ സൂപ്പർ. നമുക്കോ പറ്റൂല, അവരെ കൊണ്ട് പറ്റുമെങ്കിൽ അവരങ്ങനെ സ്വസ്ഥമായിരിക്കട്ടെ. എന്നൊരു ദുർബല നിമിഷത്തിൽ ആ പൈപ്പ് പിടിച്ച് തൂങ്ങിയതാണ്. ഒറ്റപ്പിടുത്തത്തിന് അത് കയ്യിൽ പോരുമെന്ന് അവൻ വിചാരിച്ചു. ഇവിടെ നമുക്ക് കാണാം ഈ സ്ത്രീ തന്റെ ഒരു കയ്യിൽ വേസ്റ്റും ഒരു കയ്യിൽ തന്റെ കുട്ടിയെയും പിടിച്ച് പുറത്തേക്ക് ആ വേസ്റ്റ് ഇടാൻ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പുറത്തു പോയി കുറച്ചു നേരം കഴിഞ്ഞ് വന്നപ്പോൾ A few moments later.
ഫോട്ടോയ്ക്ക് നല്ല എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും. അതാണ് പ്രൊഫഷണലിസം. ഇവിടെ അവൻ ഈ കുട്ടിയുടെ മുന്നിൽ വന്ന് ഷോ പിടിക്കാൻ നോക്കിയതാണ്. പക്ഷെ ആ പ്ലാൻ അവന് വലിയ തിരിച്ചടിയായി. ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു സിനിമാ രംഗം ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഒന്ന് ചുരുണ്ടുകൂടി ഉറങ്ങണം. നേരെ കെടുക്കടി കള്ളി. ടെസ്റ്റർ കണ്ണപ്പനാണോ നിന്റെ കളി? പിന്നെ അല്ല, ബോൾ വെള്ളത്തിലേക്ക് എറിയാൻ അറിയുമെങ്കിൽ അത് എടുക്കാനും നീ തന്നെ പോയാൽ മതി. ഇതിന്റെ തുടക്കമൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സാധാരണ ഒരു ചെക്കൻ സൈക്കിൾ ഓടിച്ചു പോകുന്നതല്ലേ, ഇതിലിപ്പോൾ എന്താ അത്ര പ്രത്യേകിച്ച് എന്ന്. എന്നത് സാധാരണ അങ്ങനെ ഒരു സൈക്കിൾ ഓടിക്കലല്ല, അത് വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാവും. அப்போ நான் பொட்டனா? இத்தனையும் நான் செய்து கொண்டிருக்கேன், நான் பொட்டனா? ഇനി ഇത് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ സൈക്ലിസ്റ്റുകളാണെന്ന് ബാക്കിയുള്ളവരുടെ മുഖത്ത് നോക്കി ഇവരെങ്ങനെ പറയും? ഇഷാന ആണ് എന്റെ വഴികാട്ടി. ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടുന്ന് എന്തെങ്കിലും പറ്റിയ ഈ വീഡിയോ തെളിവാകുമെന്ന് വിചാരിക്കുന്നു. തെളിവെടുത്തത് നന്നായി. ഇനി ഒരു ഫുട്ബോൾ മാച്ചിനിടയിൽ നടന്ന വളരെ അപൂർവമായ ഒരു സംഭവം കാണാം. ഹെഡ് വീണാ നിങ്ങളുടെ ടച്ച്, ടൈൽ വീണാ നിങ്ങളുടെ ടച്ച്. കുത്തി നിൽക്കണ്. അപ്പൊ ഇന്ന് കളിയില്ല. പൊക്കോ. എന്തായാലും ഇവിടെ വരെ എത്തിയതല്ലേ, ഇനി മറ്റൊരു ഫുട്ബോൾ മാച്ചിലെ സംഭവം കൂടി കണ്ടു. ഇനി ഫുട്ബോൾ വിടാൻ നമുക്ക് ക്രിക്കറ്റിലേക്ക് പോവാം. കാരണം ഇത് IPL-ന്റെ ടൈമല്ലേ. അപ്പൊ നിങ്ങളിൽ പലരും IPL ഒക്കെ കാണുന്നവർ തന്നെ ആയിരിക്കും. പക്ഷെ വീട്ടിലിരുന്ന് IPL TV-യിൽ കാണാൻ നോക്കുമ്പോൾ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം. കാരണം നിങ്ങൾക്ക് IPL കാണണമെന്നുണ്ടാവും, പക്ഷെ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ സിനിമ കാണണം, മറ്റുള്ളവർക്ക് സീരിയൽ കാണണം, ന്യൂസ് കാണണം, അങ്ങനെ പല പല തർക്കങ്ങളും ഉണ്ടായേക്കാം. അങ്ങനെയുള്ളവർക്ക് സ്വസ്ഥമായിട്ട് അങ്ങനെ കളി കാണാം. ഇതാ കണ്ടു. കുരങ്ങന്മാരെ കാണുമ്പോൾ നമുക്ക് പലർക്കും വലിയ കൗതുകമാണ്. കാരണം നമ്മളോട് നല്ല സാമ്യമുള്ള ജീവികളാണല്ലോ. പക്ഷെ എന്താ വെച്ചാൽ എപ്പോഴും അവറ്റകളോട് കളിക്കാൻ നിൽക്കരുത്. എപ്പോഴും അത് അത്ര നല്ല രീതിയിൽ അവസാനിക്കണമെന്നില്ല. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ രണ്ടുപേരും ചേർന്ന് സിഗ്മ മെയിൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുകയായിരുന്നു. പക്ഷെ അതിനിടയ്ക്കാണ് അൺഎക്സ്പെക്റ്റഡ് ആയി സ്ക്രിപ്റ്റിൽ ഇല്ലാത്തൊരു വ്യക്തി അതുവഴി വന്നത്. ഈ ബാബുവാക്കാന്റെ വീടോടാ? ബാബുവാക്കാന്റെ നേരെ പോവാ. ലെഫ്റ്റ്. മൂന്നാമത്തെ വീട്. ഓക്കെ ലെഫ്റ്റ്. ഓക്കെ. ഇതെന്താ ബബിൾക്കൊക്കെ കഴിക്കുന്ന? ബാബ വീഡിയോ എടുത്തതാ. വെറുതെ
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.